ശ്രീകണ്ഠാപുരത്തെ വോട്ടർമാർ ഈ തെരഞ്ഞെടുപ്പ് എങ്ങനെയാണ് ചിന്തിക്കുന്നതെന്നറിയാം. ഓരോ വോട്ടർമാരെയും നേരിട്ട് കണ്ട് അഭിപ്രായങ്ങൾ അറിയാം. നോക്കാം നമുക്ക്. നമസ്കാരം ചേട്ടാ. തെരഞ്ഞെടുപ്പല്ലേ? എങ്ങനെയാ തെരഞ്ഞെടുപ്പ് പ്രചരണമൊക്കെ നടക്കുന്നത്? ഇങ്ങനെ ഇവിടെ ഈ മണ്ഡലത്തിന്റെ അവസ്ഥ എങ്ങനെയാ? ഈ മണ്ഡലത്തിന്റെ അവസ്ഥ പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ഐക്യജനാധിപത്യ മുന്നണിക്ക് പമ്പിച്ച ഭൂരിപക്ഷമുണ്ട്. അങ്ങനെ പൊതുവെ കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് ഇത്തവണ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തുള്ള മാറ്റം എന്തൊക്കെയാണ്? രംഗത്ത് ചൂടുപിടിക്കാൻ ഒരു അല്പ സാവകാശം ആദ്യഘട്ടത്തിലെടുത്തെങ്കിലും ഇപ്പം ഹൈലൈറ്റ് ചെയ്ത് പോയി. ഇങ്ങനെ പൊതുവെ രാഷ്ട്രീയ സാഹചര്യം കേരളത്തിൽ എങ്ങനെയാ ഇപ്പോ? കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം ഏത് കുട്ടിയോട് ചോദിച്ചാലും പറയല്ലോ ഇത്തവണ ഐക്യജനാധിപത്യ മുന്നണി വമ്പിച്ച ഭൂരിപക്ഷത്തിന് അധികാരത്തിൽ വരുന്നു. അതിന്റെ കാരണം ഈ കഴിഞ്ഞ 5 വർഷത്തെ അച്യുതാനന്ദന്റെ ദുർഭരണം തന്നെ. മാർക്സിസ്റ്റ് പാർട്ടിന്റെ ഭരണത്തിലെ കൈകടത്തലും അച്യുതാനന്ദനും അതിനകത്ത് വിഭാഗിക്കുന്നു. മാറി പറ്റുന്നുണ്ട്. കാരണം വോട്ടർമാർ എങ്ങനെയാണ് ഈ ഇപ്പോൾ പ്രചരണമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ എങ്ങനെയാണ് വോട്ടർമാരുടെ പ്രതികരണം? വോട്ടർമാരിൽ പൊളിറ്റിക്കലൈസ് ചെയ്ത വോട്ടർമാരുണ്ട്, അല്ലാത്തവരുണ്ട്. അപ്പോൾ രാഷ്ട്രീയ പ്രവർത്തന രംഗത്തുള്ള പ്രവർത്തകന്മാരും അഭ്യുദയകാംക്ഷികളും അവരെ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിന് അനുകൂലമായി ചിന്തിക്കുകയും മറിച്ചുള്ളവർ മറിച്ച് ചിന്തിക്കുകയും ചെയ്യുന്നു. പൊതുവെ ഇരിക്കൂർ മണ്ഡലം UDFന്റെ ഉറച്ച കോട്ടയെന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. കഴിഞ്ഞ 30 വർഷമായി KC ജോസഫാണ് ഇരിക്കൂർ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിട്ടുള്ളത്. ഇത്തവണയും ഇരിക്കൂർ മണ്ഡലത്തിൽ UDF തന്നെ അധികാരത്തിലേറുമെന്നാണ് വോട്ടർമാർ അഭിപ്രായപ്പെടുന്നത്. നമുക്ക് നോക്കാം ഓരോ വോട്ടർമാരെയും നേരിട്ട് കണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ അവരെങ്ങനെയാണ് ചിന്തിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നമസ്കാരം. എങ്ങനെയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിനെ കാണുന്നത്? ഈ തെരഞ്ഞെടുപ്പ് തികച്ചും രാഷ്ട്രീയപരമായ കാരണങ്ങൾ കൊണ്ടുള്ള തെരഞ്ഞെടുപ്പാണ്. കഴിഞ്ഞ 5 വർഷം ഭരിച്ച LDFനുള്ള ഒരു തിരിച്ചടിയായിട്ടാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. തെരഞ്ഞെടുപ്പിൽ പ്രധാന രാഷ്ട്രീയ വിഷയങ്ങൾ എന്തൊക്കെയാണ്? രാഷ്ട്രീയ വിഷയങ്ങൾ ഒത്തിരി രാഷ്ട്രീയ വിഷയങ്ങളുണ്ട്. വികസനമാണ് ഞങ്ങളുടെ മുദ്രാവാക്യം തന്നെ. വികസനവും കരുതലുമാണ്. അത് ഉമ്മൻചാണ്ടി അവിടെ പറഞ്ഞുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. വികസനവും കരുതലുമാണ് മുദ്രാവാക്യം ഞങ്ങൾ പറയുമ്പോൾ മറുഭാഗത്ത് എന്താണ് മുദ്രാവാക്യം എന്നുള്ളതാണ് ഞങ്ങളുടെ ചോദ്യം. പ്രധാനമായിട്ടും ഞങ്ങളുടെ പ്രസംഗങ്ങളിലും ഒക്കെ ചോദിക്കുന്നത്. ഒരു വികസന കാര്യം കഴിഞ്ഞ 5 വർഷമായിട്ട് വികസന മുരടിപ്പ് മാത്രമാണ് കേരളത്തിൽ കാഴ്ചവെച്ചത്. ഇവിടെ വികസനം കൊണ്ടുവരാൻ 2001 തൊട്ടുള്ള 2006 വരെ UDF സർക്കാർ കൊണ്ടുവന്ന വികസനത്തെ റവോട്ടടിച്ചു. 5 വർഷം കൊണ്ട് ഇവർ ഇപ്പം പറയുന്ന വികസനം, പരസ്യങ്ങളിലൂടെയൊക്കെ കാണുന്ന വികസന കാര്യങ്ങളൊന്നും കേരളത്തിൽ നടത്തിയില്ല. കാർഷിക മേഖലയെ തകർത്തു. ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കുന്ന കാര്യങ്ങൾ ഇല്ലാതാക്കി. പിൻവാതിൽ നിയമനങ്ങളൊക്കെയാണ് ചെറുപ്പക്കാരുടെ മനസ്സിൽ നീറുന്ന പ്രശ്നങ്ങൾ. പെൺവാണ് വിപ്പക്കാരെ പിടിച്ചു കിട്ടുമെന്ന് പറഞ്ഞു. ഇതുവരെ ഒരാളെ പോലും അറസ്റ്റ് ചെയ്തിട്ടില്ല. ഒരു കേസ് പോലും രജിസ്റ്റർ ചെയ്തിട്ടില്ല. മുദ്രാവാക്യങ്ങൾ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ ഉണ്ടായിരുന്നു. ഭരണപക്ഷത്തേക്ക് വന്ന് മുഖ്യമന്ത്രിയായപ്പോൾ PS അതുപോലെ